നല്ലോണം കിട്ടിയോ? സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ. എന്താടോ കാര്യം? വാട്ട് ഇസ് ദ റീസൺ? എല്ലാ പെരുന്നാളിനും 3 ദിവസം അവധി നൽകണമെന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് ശ്രീ മുസ്തഫ മുണ്ടുപാറ എന്നിനി മനസ്സിലാക്കും. പണിക്കരെ, അത് ഞങ്ങളുടെ വിശ്വാസത്തിന്റെ ഭാഗമായിക്കൊണ്ടുള്ളതാ. അത് മതമാണ്. ആണും പെണ്ണും തമ്മിൽ ഇടകടലാൻ പാടില്ല എന്ന് നിങ്ങളൊരു യാഥാസ്ഥിതികമായിട്ടുള്ള ചിന്ത പറയുമ്പോൾ അതിനെ ഞാൻ എതിർക്കും. കാരണം ഇതിനെ ഒരു മതരാജ്യമാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലേക്കുള്ള ചില ആവശ്യങ്ങളാണ്. നിങ്ങൾക്ക് ബോർഡിന്റെ PSC വിടുന്നതിൽ മാത്രമാ പ്രശ്നമെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ദേവസ്വം ബോർഡിലെ നിയമനം PSC വിടാൻ പാസ്സായിക്കൂടാ? നിങ്ങൾ എന്തുകൊണ്ട് മോശമായ ഉപദേശങ്ങൾ നൽകുന്ന രീതിയിലേക്ക് നിങ്ങൾ അധപ്പതിച്ചാൽ അയ്യോ അത് ന്യൂനപക്ഷ സമുദായമാണ്, അത് മുസ്ലിങ്ങളാണ് എന്ന് കരുതി നിങ്ങളെ പിന്തുണയ്ക്കാൻ പറ്റില്ല. ഓരോരുത്തർക്കും അവരുടെ നിലപാടുണ്ടാവും. പഠിക്കാൻ പ്രശ്നം നിങ്ങളുടെ ന്യായം ഈ വിഷയത്തിലാണെങ്കിലും സൂംബ ഡാൻസിലാണെങ്കിലും അത് പൂർണ്ണമായും മതപരമാണ്. അല്ല, അങ്ങനെയാണ് സൂംബ ഡാൻസ് എവിടെയാണ് ശ്രീ മുസ്തഫ മുണ്ടുപാറ നിങ്ങൾ എതിർത്തത്? സർക്കാർ വിദ്യാലയങ്ങളിൽ വരുന്നത് നിങ്ങൾ എതിർത്തല്ലേ? അപ്പൊ തുടങ്ങാല്ലേ? പിന്നെ ശ്രീ മഞ്ജുഷ്, ഇത് നിശ്ചയമായിട്ടും രാഷ്ട്രീയമായിട്ടുള്ള ഒരു വിലപേശൽ തന്നെയാണ്. അക്കാര്യത്തിൽ ഒരു തരത്തിലുള്ള തർക്കവും ഉണ്ടാകേണ്ടതില്ല. കാരണം ഇതിനെ ഒരു മതരാജ്യമാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലത്തേക്കുള്ള ചില ആവശ്യങ്ങളാണ് പലപ്പോഴായിട്ട് സമസ്തയുടെ ഭാഗത്തു നിന്ന് വരുന്നത് എന്നുള്ളത് അങ്ങേയറ്റം ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈദുൽ ഫിത്തർ, ഈദുൽ അസ, ഈ 2 കാര്യങ്ങൾക്ക് ഈദിന് വേണ്ടിയിട്ട് 3 ദിവസത്തെ അവധി അത് വേണമെന്ന് ഇവർ പറയുന്നു. ഒന്നാമത്തെ കാര്യം, പെരുന്നാളിന് മാസപ്പിറവി ഒരു ദിവസം മാറിയാൽ ആ ദിവസം കൂടി അവധി നൽകണമെന്ന് പറയുന്നതും അതല്ല എല്ലാ പെരുന്നാളിനും 3 ദിവസം അവധി നൽകണമെന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് ശ്രീ മുസ്തഫ മുണ്ടുപാറ എന്നിനി മനസ്സിലാക്കും. ആദ്യം തന്റെ ഈ പരന്നിറങ്ങണ ബുദ്ധിയൊക്കെ ഒന്ന് തലയിലേക്ക് കയറട്ടെ. ഒരു ദിവസം പെരുന്നാളിന് അവധി, എന്നാൽ മാസപ്പിറവി കാണുന്നത് ഒന്നുകൂടി മാറിക്കഴിഞ്ഞാൽ 2 ദിവസം അവധി. അതാണ് സാധാരണ കേരളത്തിൽ പതിവായിട്ട് കഴിഞ്ഞ കുറേ കാലമായിട്ട് നമ്മൾ കാണുന്നത്. അങ്ങനെ വരുന്നത് ചില സമയങ്ങളിൽ അതിൻ്റെ ആവശ്യമില്ലാത്തപ്പോൾ അത് 1 ദിവസമായിട്ട് നിൽക്കും, അല്ലാത്ത തവണ 2 ദിവസമാകും. എന്നാൽ അങ്ങനെയല്ല, ഇറസ്പെക്റ്റീവ് ഓഫ് ദാറ്റ് ഞങ്ങൾക്ക് 3 ദിവസം അവധി വേണം എന്ന് പറയുന്നത് നിങ്ങൾ ഈ അധികാരത്തിലേക്ക് കൂടുതലായിട്ടുള്ള ഡിമാൻഡുകൾ വെക്കുക എന്നുള്ളത് തന്നെയാണ്. നമുക്ക് കൈവന്നിരിക്കുന്നത് ഒരു സുവർണാവസരമാണ്, അത് പരമാവധി നമ്മൾ മുതലെടുക്കണം. രണ്ടാമത്തെ കാര്യം, താങ്കൾ തന്നെ പറഞ്ഞു മുസ്ലിം സമുദായം എന്തെങ്കിലും ഒന്ന് ചോദിച്ചാൽ ഉടനെ അതിനെ പണിക്കർ എതിർക്കുന്നു, അത് പണിക്കരുടെ പതിവാണ് എന്ന് പറയുന്നു. ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു ആവശ്യവും നിങ്ങൾ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. ആവശ്യം ന്യായമാണെങ്കിൽ അംഗീകരിക്കും. ദയവ് ചെയ്ത് അങ്ങനെ പറയരുത്. മുസ്ലിം സമുദായം ആവശ്യപ്പെട്ടിരിക്കുന്ന നല്ല കാര്യങ്ങൾക്കെല്ലാം ഒപ്പം തന്നെയാണ് ഞാൻ. ഇപ്പൊ സമസ്തയുടെ തന്നെ പല കാര്യങ്ങളിലും സമസ്ത എതിർക്കുമ്പോൾ പോലും ജമാഅത്തെ ഇസ്ലാമിയെ എതിർക്കുകയും ജമാഅത്തെ ഇസ്ലാമി വർഗീയ സംഘടനയാണ് എന്ന് നിങ്ങൾ പറയുകയും ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളോടൊപ്പമാണ്. അപ്പോ ചില മുസ്ലിം ആൾക്കാർ ചോദിക്കുന്നത് ന്യായം, ചില മുസ്ലിങ്ങൾ ചോദിക്കുന്നത് അന്യായം, ചില മുസ്ലിങ്ങളോടൊപ്പം പണിക്കർ നിൽക്കുന്നു, അങ്ങനെ ഒരു തിരുത്തൽ താങ്കൾ വരുത്തുമോ? അപ്പോൾ ചില കാര്യങ്ങളിലൊക്കെ പണിക്കർ കൃത്യമായിട്ട് തന്നെയാണ് പറയുന്നത് എന്ന് താങ്കൾ പറയുമോ? ന്യായമായ സംശയം. നോക്കൂ, ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപനത്തിൽ തന്നെ അതിന് വളരെ കൃത്യമായിട്ടുള്ള ഒരു വർഗീയ അജണ്ടയുണ്ട്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന, അതിന്റെ തന്നെ ഒരു ഘടകമായിട്ട് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഒരു യൂണിറ്റിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തുള്ള ഒരു അമീർ വന്ന് പറഞ്ഞതുകൊണ്ട് അവരുടെ സംഘടനയുടെ പൊതു സ്വഭാവം മാറുന്നില്ല. വളരെ കൃത്യമായിട്ട് അവരുടെ ഭരണഘടന വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതിൽ അവർ വർഗീയത തന്നെയാണ് പറയുന്നത് എന്നതിനെക്കുറിച്ച് എല്ലാവർക്കും ബോധ്യമുള്ളതാണ്. അത് തന്നെയാണ് നമ്മുടെ നാട്ടിലുള്ള രാഷ്ട്രീയ പ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരും ഒക്കെ ദീർഘകാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 12 കൊല്ലം കുഴലിട്ടാലും നിവരാത്ത പട്ടിയുടെ വാലില്ലേ, അതുപോലെയാ തന്റെ മനസ്സ്. ആ അഭിപ്രായം സമസ്ത പറഞ്ഞാൽ സമസ്ത പറഞ്ഞേ എന്ന് കരുതി അതിന്റെ മറുപക്ഷം എടുക്കാനൊന്നും പണിക്കര് നിൽക്കില്ല. അതുകൊണ്ടാണ് നിങ്ങളോടൊപ്പം നിൽക്കുന്നത്. പക്ഷെ എന്ന് കരുതി നിങ്ങൾ പറയുന്ന ആവശ്യങ്ങൾ അത് ന്യായമല്ല എങ്കിൽ അയ്യോ ഇത് ന്യൂനപക്ഷ സമുദായമാണല്ലോ എന്ന് കരുതി നിങ്ങളുടെ കൂടെ നിൽക്കാൻ ഞാനൊരു രാഷ്ട്രീയക്കാരനല്ല. മല്ലയ്യ അത്ര നല്ല ദുഷ്ടനല്ല. പക്ഷെ ചൂഷണം അതാരും എതിർക്കും. കാരണം വെള്ളിയാഴ്ച ദിവസത്തെ വിദ്യാഭ്യാസത്തിനും പരീക്ഷയ്ക്കും അതിന്റെ സമയം ജുമാ നിസ്കാരത്തിന് തടസ്സമാകാതെ ക്രമീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അനാവശ്യമായിട്ടുള്ള ഒരു ഡിമാൻഡാണ്. ഇത് പാകിസ്ഥാനൊന്നുമല്ലല്ലോ, ഇന്ത്യയല്ലേ? കാരണം വിദ്യാഭ്യാസ സ്ഥാപനവും എക്സാമും നടത്തുന്ന സമയത്ത് അതിന് കൃത്യമായിട്ട് അതിൻ്റെതായിട്ടുള്ള ചിട്ടവട്ടങ്ങളുണ്ട്, അതിനനുസരിച്ചാണ് പോകേണ്ടത്. അവിടെ മതം ഒരു പരിഗണനയാവരുത്. കാരണം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സെക്യുലർ ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ്. ഇവനെപ്പോലത്തെ ഞരമ്പ് രോഗികൾ അത് ഇല്ലാണ്ടാക്കും. അവിടെ മുസ്തഫ മുണ്ടുപാറയുടെ ന്യായം എന്ന് പറയുന്നത് മുസ്ലിം സമുദായം ഒരു കാര്യം പറഞ്ഞാൽ അത് വർഗീയതയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെല്ലാം ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ്. എങ്ങനെ ഇരിക്കണം? അല്ല, അങ്ങനെയല്ല, അത് അന്യായമാണ് എന്നുള്ളതാണ്. ഇപ്പം ഞാൻ വെറുതെ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറയാം, ശ്രീകൃഷ്ണൻ്റെ അമ്പലത്തിൽ മഹാവിഷ്ണുവിൻ്റെ അമ്പലത്തിൽ പോകുന്നത് വ്യാഴാഴ്ചയാണ്, അതുകൊണ്ട്
പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ രാവിലെ തൊഴുതതിന് ശേഷം ഒരു 10:30 കഴിഞ്ഞതിന് ശേഷം മാത്രമേ വിദ്യാർത്ഥികൾക്ക്, ഹിന്ദുക്കൾക്ക് തിരുവനന്തപുരത്തുള്ള സ്കൂളുകളിൽ വരാൻ പറ്റുകയുള്ളൂ എന്ന് വേണമെങ്കിൽ എനിക്കിപ്പോൾ പറയാം. പക്ഷേ ഞാനത് പറയില്ല, കാരണം അതെന്റെ സംസ്കാരമല്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ? ഞാൻ പറഞ്ഞത് നമ്മുടെ നാട്ടിൽ അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാകും. പൊതുവായിട്ടുള്ള ചില കാര്യങ്ങൾക്ക് നമ്മളിപ്പോൾ ഇവിടെ ഭീമാപ്പള്ളി ഉറൂസ് ഉണ്ട്, അല്ലെങ്കിൽ ആറ്റുകാൽ പൊങ്കാലയുണ്ട്, അങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ അവധി കൊടുക്കും. അത് ന്യായം. പക്ഷെ എന്ന് കരുതി എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ അതിനനുസരിച്ച് നമ്മുടെ വിദ്യാഭ്യാസം എല്ലാം തന്നെ പുനഃക്രമീകരിക്കണം എന്ന് പറയുന്നത് ശരിയല്ല. സൗദി അറേബ്യ. അപ്പൊ അന്യായമായിട്ട് നിങ്ങൾ ആവശ്യപ്പെട്ടാൽ അതിനെ എതിർക്കും. അതേപോലെ തന്നെയാണ് ഖാദർ കമ്മിറ്റി പറഞ്ഞിരിക്കുന്ന കാര്യമാണ് വിദ്യാലയങ്ങളുടെ സമയക്രമം മാറ്റുക. അപ്പൊ നിങ്ങൾ പറയുന്നു അതല്ല, മദ്രസയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത്, അതുകൊണ്ട് വേണമെങ്കിൽ നിങ്ങൾ മാറ്റിക്കോ, ഞങ്ങൾ മാറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ എതിർക്കും. എനിക്ക് ഇതിൽ ഇടപെടാതിരിക്കാൻ പറ്റില്ല. പൊതുവേദികളിൽ പെൺകുട്ടികൾ ആദരിക്കപ്പെടുക, പൊതുവേദികളിൽ പെൺകുട്ടികൾ വരിക എന്നതിനെ സമസ്തയുടെ നേതാക്കന്മാർ എതിർക്കുന്നുണ്ട്. മാറിപ്പോ പെണ്ണുങ്ങളെ തമ്മിൽ നിൽക്കുന്നത് കണ്ടില്ലേ? പെണ്ണുങ്ങളെ കാണാൻ പാടില്ലെന്നായി. അത് അന്യായമായിട്ടുള്ള ഒരു ജെൻഡർ ഇംബാലൻസ് സൃഷ്ടിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് എതിർക്കും. സ്കൂളുകളിൽ സൂംബ ഡാൻസ് എന്ന് പറയുന്നത് കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ ഉല്ലാസത്തിന് നല്ലതാണ് എന്ന് ശാസ്ത്രീയമായി തന്നെ തെളിയിക്കപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അത് വേണ്ട എന്ന് നിങ്ങൾ പറയുമ്പോൾ, ആണും പെണ്ണും തമ്മിൽ ഇടകലരാൻ പാടില്ല എന്ന് നിങ്ങളൊരു യാഥാസ്ഥിതികമായിട്ടുള്ള ചിന്ത പറയുമ്പോൾ അതിനെ ഞാൻ എതിർക്കും. ജെൻഡർ ന്യൂട്രൽ യൂണിഫോമിനെ മറ്റൊരു കാരണത്താൽ എതിർക്കുന്നയാളാണ് ഞാൻ. അതിൽ മതമോ മറ്റു കാര്യങ്ങളോ ഇടപെടലോ ഒന്നുമല്ല. പക്ഷെ നിങ്ങൾ പറയുന്ന ന്യായം അതിൽ ശരിയല്ലാത്തത് കൊണ്ട് നിങ്ങളുടെ ആ ന്യായം ശരിയല്ല എന്ന് ഞാൻ പറയും. ഞാൻ പറയുന്നത് എനിക്കൊരു തണ്ടിനും പേടിയില്ല. വഖഫ് ബോർഡ് നിയമനം PSCക്ക് വിടുന്നതിനെ നിങ്ങൾ എതിർക്കുന്ന സമയത്ത് അത് ശരിയല്ല, കാരണം അത് ട്രാൻസ്പെറന്റ് ആയിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ PSC നിയമനമാണ് വേണ്ടത് എന്ന് പറഞ്ഞ് ഞാൻ എതിർക്കും. കായിക താരങ്ങളെ, ഇപ്പൊ മെസ്സി, റൊണാൾഡോ ഇങ്ങനെയുള്ള ആൾക്കാരെ വലിയ മഹാന്മാരായിട്ടോ കാണരുത്. ഒരു സെക്കൻഡ്, എന്തോ ദേവസ്വം ബോർഡ് ആരാ സാർ നിയമിക്കുന്നത്? സർക്കാരല്ലേ നിയമിക്കുന്നത്? ഈ മണ്ടൻ ഗണേശനോട് എന്നാ പറയാനാണ്? ഇതിപ്പോ പിടിച്ചതിനേക്കാളും വലുത് അളയൽ പറഞ്ഞ മാതിരി. ദേവസ്വം ബോർഡ് ആരാ നിയമിക്കുന്നത് താങ്കൾ വിചാരിച്ചിരിക്കുന്നത്? അല്ല, ദേവസ്വം ബോർഡിന്റെ കാര്യത്തിൽ താങ്കൾ വിചാരിച്ചിരിക്കുന്ന ആരാ? ഇവിടുത്തെ NSS ആണ് ആൾക്കാരെ വെക്കുന്നതെന്നാണോ താങ്കൾ വിചാരിക്കുന്നത്? നിയമസഭയിലുള്ള ഹിന്ദു MLA-മാരാണ് തീരുമാനിക്കുന്നത് അല്ലേ? സർക്കാരിന്റെ പ്രതിനിധികളല്ലേ? PSCക്ക് വിടട്ടെ, ഞങ്ങൾക്ക് അതിൽ യാതൊരു വിഷമവും ഇല്ല. PSCക്ക് വിട്ടോട്ടെ. പക്ഷെ അതിന് ഈ പറയുന്ന കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്തിട്ടാണെങ്കിൽ PSCക്ക് വിട്ടോന്നേ, എനിക്കൊരു പ്രശ്നമില്ല. ഞാൻ ഒരു കാലത്തും ഈ നിയമനം ഏതെങ്കിലും ഒരു മതസംഘടന ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്ന ആളല്ല. അങ്ങനെ ഒരു വാദമേ എനിക്കില്ല. അപ്പൊ എനിക്കില്ലാത്ത വാദം എന്തിനാണ് എന്നോട് ചോദിക്കുന്നത്? നിന്റെ ചുളുവരട്ട് പണികളൊന്നും എന്റെ അടുത്ത് എടുക്കണ്ട. മെസ്സി, റൊണാൾഡോ പോലെയുള്ള കായിക താരങ്ങളെ ഐഡലൈസ് ചെയ്യുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അപ്പൊ ഉടനെ മെസ്സി, റൊണാൾഡോയെ ചോദിക്കാമല്ലോ. നിങ്ങൾക്ക് വഖഫ് ബോർഡിന്റെ PSCക്ക് വിടുന്നതിൽ മാത്രമാ പ്രശ്നമെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് പിന്നെ ദേവസ്വം ബോർഡിലെ നിയമനം PSCക്ക് വിടാൻ പാസ്സായിക്കൂടാ? നിങ്ങൾ എന്തുകൊണ്ട് അഭിപ്രായം? ബെസ്റ്റ് തല, മാംഗ്ലൂർ മെയിലിന് വെക്കാൻ പറ്റിയ തല. ദേവസ്വം ബോർഡിലെ ഏത് നിയമനത്തിന്റെ കാര്യമായി എത്രയോ നിയമനങ്ങൾ അല്ലാതെ നടത്തുന്നു. എത്രയോ നിയമനങ്ങൾ അങ്ങനെ നടത്തുന്നു. അതിന് പൂർണ്ണമായിട്ടും എല്ലാ കാര്യവും PSCക്ക് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ചട്ടങ്ങളുണ്ട്. ചില കാര്യങ്ങൾക്ക് കോടതിയാണ് പറഞ്ഞത് അല്ലേ? സർക്കാരാണോ? അല്ലല്ല, ഒരു സെക്കൻഡ്. തന്ത്രിമാരായിട്ട് മലയാള ബ്രാഹ്മണർ വേണമെന്ന് പറഞ്ഞിരിക്കുന്നത് അല്ല, ഒരു സെക്കൻഡ്. തന്ത്രിമാരായിട്ട് ചില വിഷയങ്ങളിൽ മലയാളി ബ്രാഹ്മണർ വേണം എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേക കാറ്റഗറി വെച്ചിരിക്കുന്നത് ഞാനാണോ, ഏതെങ്കിലും ഹിന്ദു സംഘടനയാണോ, ഈ നാട്ടിലെ കോടതിയാണോ? ശ്രീ മുസ്തഫ മുണ്ടുപാറ പറയൂ. സത്യം ഞാൻ തുറന്നു പറയട്ടെ, എനിക്കൊന്നും അറിയില്ല. ഇത് കോടതി പറയുന്ന കാര്യമല്ല നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്നത് അതാ ഞാൻ പറഞ്ഞത്. മെസ്സി, റൊണാൾഡോ പോലെയുള്ള ഫുട്ബോൾ താരങ്ങളെ ഐഡലൈസ് ചെയ്യാൻ പോലും പാടില്ല അല്ലേ? മെസ്സി, റൊണാൾഡോ പോലുള്ള ഫുട്ബോൾ താരങ്ങളെ ഐഡലൈസ് ചെയ്യരുത് എന്ന് പോലും നിങ്ങൾ ഇവിടുത്തെ ചെറുപ്പക്കാരോട് പറയുന്ന രീതിയിലത്തേക്ക് ഉള്ള മോശമായ ഉപദേശങ്ങൾ നൽകുന്ന രീതിയിലത്തേക്ക് നിങ്ങൾ അധപ്പതിച്ചാൽ, അയ്യോ അത് ന്യൂനപക്ഷ സമുദായമാണ്, അത് മുസ്ലിങ്ങളാണ് എന്ന് കരുതി നിങ്ങളെ പിന്തുണയ്ക്കാൻ പറ്റില്ല. ഇത് കൊല്ലം 2001, അതറിയാവോ? ഊഷ്മാണ്ടന്മാര്. നിങ്ങൾ ആ പറഞ്ഞിരിക്കുന്ന കാര്യം ശരിയാണോ? സമൂഹത്തിൽ ചേരുന്ന അത് ഞങ്ങളുടെ വിശ്വാസത്തിന്റെ ഭാഗമായിക്കൊണ്ടുള്ളതാ. കാലം എത്ര പരിഷ്കരിച്ചിരിക്കുന്നത്. വിവരമുള്ളവരിപ്പോ ഇതൊന്നും ബിസിനസ് സ്കൂല. അങ്ങനെയാണെങ്കിൽ വിശ്വാസത്തിൽപ്പെടുന്ന ആൾക്കാർ ചെയ്യുന്നത് നിങ്ങൾക്ക് വിധത്തിൽ സിനിമ ഇത് നടത്തുന്ന ആളുകളുണ്ട്. നിങ്ങൾ തന്നെ നേരത്തെ പറഞ്ഞല്ലോ പണിക്കരെ, നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ ഡ്രസ്സിന്റെ കാര്യത്തിൽ എനിക്ക് വേറൊരു വീക്ഷണം ഉണ്ട്. നിങ്ങൾ പറഞ്ഞ ജെൻഡർ ന്യൂട്രാലിറ്റിയുടെ വിഷയത്തിൽ എനിക്ക് ഇങ്ങനെ ഒരു വീക്ഷണം ഉണ്ട്. അത് നിങ്ങളെ വീക്ഷണമായി യോജിക്കാത്തത് കൊണ്ടാണ് ഞാൻ നിങ്ങളെ എതിർക്കുന്നത്. അപ്പൊ ഒരു വീക്ഷണം ഉണ്ട്. അപ്പൊ ഓരോരുത്തരും ഇതുമായി ബന്ധപ്പെട്ടോ അല്ലെ സാംസ്കാരികമായോ ഓരോരുത്തർക്കും അവരുടെ നിലപാടുണ്ടാവും. പഠിക്കാൻ ഓഹോ, കളി പഠിച്ചിട്ട് വന്നിരിക്കുകയാണല്ലേ? അല്ല, എന്റെ പ്രശ്നം അതല്ല. ഞാൻ അതിനെ എതിർക്കുന്ന എന്തുകൊണ്ടാണെന്ന് താങ്കൾക്ക് അറിയാത്തത് കൊണ്ടാ. ഞാൻ അതിനെ എതിർക്കുന്നത് എന്തുകൊണ്ടാ കേട്ടോ? പുരുഷൻ ട്രഡീഷണൽ ആയിട്ട് ധരിക്കുന്ന വസ്ത്രം സ്ത്രീ ധരിച്ചെങ്കിൽ മാത്രമേ ജെൻഡർ ന്യൂട്രൽ ആവുകയുള്ളൂ എന്നുള്ള ഒരു തോന്നൽ ഇവിടെ നിന്ന് വന്നു.
അതാണ് എന്റെ ചോദ്യം. നിങ്ങൾ യൂണിഫോമിന്റെ പാറ്റേൺ കൊടുക്കും, ആൾക്കാർക്ക് ഷർട്ടും പാന്റും ഇടണമെന്നുണ്ടെങ്കിൽ അതിരട്ടെ, ചുരിദാർ ഇടണമെങ്കിൽ അതിരട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. മനസ്സിലായോ? നിനക്കെങ്ങനെ മനസ്സിലാവാനാ? തന്റെ തലയിൽ വല്ലതും ഉണ്ട്? ആകെ തലയെക്കെട്ട് മാത്രമല്ലേ ഉള്ളൂ. അതല്ലാതെ പുരുഷൻ യാഥാസ്ഥിതികമായിട്ട് ഇടുന്ന വസ്ത്രം സ്ത്രീ ധരിച്ചെങ്കിൽ മാത്രമേ അത് ജെൻഡർ ന്യൂട്രൽ ആവൂ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതിനെ ഞാൻ എതിർക്കും. അതല്ല ജെൻഡർ ന്യൂട്രൽ. എല്ലാ ലിംഗവും ലിംഗമായിട്ട് തന്നെ ഇരിക്കട്ടെ. സ്ത്രീ സ്ത്രീയായിട്ടും പുരുഷൻ പുരുഷനായിട്ടും മൂന്നാമതൊരു ലിംഗം ഉണ്ടെങ്കിൽ അതായിട്ടും ഇരിക്കട്ടെ. എല്ലാവരും ഒരേപോലെ ഇരിക്കണോ? നിങ്ങൾ വാശി പിടിക്കുന്നത് എന്തിനാണെന്നാണ് എന്റെ ചോദ്യം. നിങ്ങളുടെ ന്യായം അതല്ല. എടോ, നിങ്ങൾ ശുദ്ധ ദുരഭിമാനികളാ. നിങ്ങളുടെ ന്യായം അതല്ല, ശരിയല്ലേ? നിങ്ങളുടെ ന്യായം ഈ വിഷയത്തിലാണെങ്കിലും സൂംബ ഡാൻസിലാണെങ്കിലും അതല്ല. അത് പൂർണ്ണമായും മതപരമാണ്. നിങ്ങൾ ഏത് യുഗത്തിലാണ് ജീവിക്കുന്നത്? അങ്ങനെ മതപരമായിട്ട് നിങ്ങൾ വേണമെങ്കിൽ അനുവർത്തിച്ചോളൂ, നിങ്ങളുടെ സ്ഥാപനങ്ങളിൽ വെച്ചോളൂ. അതിനുള്ള അവകാശം നിങ്ങൾക്ക് ഈ നാട്ടിലെ ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുള്ള അവകാശങ്ങളും നിയമങ്ങളും ഉണ്ടാക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് അത് നൽകുന്നുണ്ട്. പക്ഷേ അല്ല, പൊതുവിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ട് സർക്കാർ സ്ഥാപനങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ, സർക്കാർ നടത്തുന്ന സ്ഥാപനങ്ങളിൽ ഇത് കൊണ്ടുവരണം എന്ന് പറഞ്ഞുകൊണ്ട് സെക്യുലർ വിദ്യാഭ്യാസ രംഗത്തിന് ഒഴിവാക്കണം. അങ്ങനെയാണ് സൂംബ ഡാൻസ് എവിടെയാണ് ശ്രീ മുസ്തഫ മുണ്ടുപാറ നിങ്ങൾ എതിർത്തത്? സർക്കാർ വിദ്യാലയങ്ങളിൽ വരുന്നത് നിങ്ങൾ എതിർത്തില്ലേ? അതല്ലാതെ നിങ്ങളുടെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ നടത്തില്ല എന്നല്ലല്ലോ നിങ്ങൾ പറഞ്ഞത്. സൂംബ ഡാൻസ് പറ്റില്ല എന്ന് നിങ്ങൾ പറഞ്ഞത് സർക്കാർ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെയാണ്. എന്റെ നാട്ടിലുള്ള ഏതെങ്കിലും സ്കൂളിലാണെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കൂല, നടക്കാൻ നമ്മൾ സമ്മതിക്കൂല. വിദ്യാഭ്യാസത്തിനെ പൂർണ്ണമായും സെക്യുലറായി കാണുന്ന പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോലും നിങ്ങൾ അതിനെ എതിർത്ത് കഴിഞ്ഞാൽ ഞാൻ അതിനെ എതിർക്കും. അവന്റെ തലയിൽ ഇടുത്തി വീഴും, മനസാക്ഷിയില്ലാത്തവൻ. അത് മുസ്ലിങ്ങളെല്ലാം പറയുന്നതിനെ എതിർത്തു എന്ന് നിങ്ങൾ അതിനെ വ്യാഖ്യാനിക്കുന്നത് നിങ്ങളുടെ വർഗീയതയാണ്. കൃത്യമായി മനസ്സിലായി. നിങ്ങൾ തമ്മിലുള്ള തർക്കം വേണ്ട. ശരി, ശ്രീ മുസ്തഫ മുണ്ടുപാറ ഒരു കാര്യം കൂടി, അല്ല ഒരു കാര്യം കൂടി, മതമാണ് പ്രശ്നം. ജീവിക്കാനുള്ള സാഹചര്യമാണ് അവിടെ. അത് മതമാണ്. ഡോക്ടർ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല.